അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളെയും ഹോർമൂസ് കടലിടുക്കിലെ സൈനിക ഉപരോധങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാൻ നടപ്പിലാക്കുന്ന പുതിയ റെയിൽവേ വിപ്ലവം ആഗോള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സമുദ്രപാതകൾ പാശ്ചാത്യ ശക്തികളുടെ കർശന നിരീക്ഷണത്തിലായ സാഹചര്യത്തിൽ ചൈനയിലേക്ക് നേരിട്ട് എണ്ണ എത്തിക്കുന്നതിനായി കരമാർഗമുള്ള റെയിൽ ശൃംഖല സജീവമാക്കാനുള്ള ഇറാന്റെ നീക്കം ഒരു തന്ത്രപരമായ മാസ്റ്റർ സ്ട്രോക്കായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ ഇറാന് സാധിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ റെയിൽ ലിങ്ക് വഴി അവർ ലോകത്തിന് നൽകുന്നത്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കരമാർഗമുള്ള ഈ പാത ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സമില്ലാതെ തുടരാൻ സഹായിക്കും. ചൈനയെ പോലൊരു വൻ ശക്തിയുമായി ഇത്തരമൊരു നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ മുനയൊടിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ഈ പുതിയ നീക്കം വെറുമൊരു സാമ്പത്തിക പദ്ധതിയല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ നയതന്ത്ര ആയുധം കൂടിയാണ്. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ സമാധാന കരാർ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ ട്രംപ് തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളർത്താനാവില്ലെന്ന ബോധ്യം ഈ പുതിയ റെയിൽപാത ട്രംപിന് നൽകുന്നു. യുദ്ധത്തിനു പകരം ശാശ്വതമായ സമാധാനം എന്ന ലക്ഷ്യത്തോടെ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു വശത്ത് ഇറാന്റെ സാങ്കേതികവും തന്ത്രപരവുമായ മുന്നേറ്റങ്ങൾ, മറുവശത്ത് സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ വൈറ്റ് ഹൗസ് കടുത്ത ആലോചനയിലാണ്. ഇറാന്റെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ ട്രംപ് നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കരമാർഗമുള്ള എണ്ണ വിതരണം പാശ്ചാത്യ ഉപരോധങ്ങളെ അപ്രസക്തമാക്കുന്നു എന്നത് മാത്രമല്ല ഇതിന്റെ പ്രാധാന്യം. മധ്യേഷ്യൻ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ റെയിൽ ശൃംഖല പ്രാദേശികമായ ഒരു പുതിയ സാമ്പത്തിക അച്ചുതണ്ടിന് രൂപം നൽകുന്നു. റഷ്യയും ചൈനയും ഇറാനും ഉൾപ്പെടുന്ന ഈ പുതിയ സഖ്യം അമേരിക്കൻ മേധാവിത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമുദ്രത്തിലെ മേധാവിത്വം കൊണ്ട് മാത്രം ഇനി ലോകത്തെ നിയന്ത്രിക്കാനാവില്ലെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ ഈ പുതിയ തന്ത്രം ലോക ഇന്ധന വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ എണ്ണവില വർദ്ധിപ്പിക്കുമെന്ന് ഭയപ്പെട്ടിരുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു ആശ്വാസമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഉപരോധങ്ങൾ ഫലപ്രദമാകാത്തത് വലിയൊരു നയതന്ത്ര പരാജയവുമാണ്. ഇറാനിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ചൈനയിലെ ശുദ്ധീകരണശാലകളിലേക്ക് ട്രെയിൻ മാർഗം എണ്ണ ഒഴുകുന്നത് തടയാൻ അമേരിക്കയ്ക്ക് നിയമപരമായോ സൈനികമായോ എളുപ്പത്തിൽ കഴിയില്ല. ട്രംപ് ഇപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇറാന്റെ റെയിൽ ലിങ്ക് പദ്ധതി ചൈനയുമായുള്ള ഇറാന്റെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഇത് അമേരിക്കയുടെ ഏഷ്യൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ ഇറാന്റെ സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ട് അവരെ ചൈനയിൽ നിന്ന് അകറ്റാൻ ട്രംപ് ശ്രമിച്ചേക്കാം. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നത് മാത്രമാണ് ട്രംപിന് മുന്നിലുള്ള ഏക പോംവഴി. ഇറാന്റെ പുതിയ സമാധാന കരാർ നിർദ്ദേശങ്ങളിൽ ഉപരോധങ്ങൾ നീക്കുന്നതിനും തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് കൃത്യമായ ഉറപ്പുകൾ നൽകുന്നതിനും മുൻഗണന നൽകുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മേഖലയിൽ വലിയൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. എന്നാൽ ട്രംപിന്റെ ഭരണകൂടത്തിനുള്ളിലെ തീവ്ര നിലപാടുകാർ ഇതിനെ എങ്ങനെ കാണും എന്നത് നിർണായകമാണ്. എങ്കിലും റെയിൽ ലിങ്ക് പദ്ധതി നൽകുന്ന സമ്മർദ്ദം അവരെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചേക്കും. ചൈനയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ലഭിച്ച സുവർണാവസരമാണിത്. അമേരിക്കയുമായി വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സ്രോതസ്സിൽ നിന്ന് കരമാർഗം ഇന്ധനം ലഭിക്കുന്നത് ചൈനയ്ക്ക് വലിയ കരുത്തു നൽകും. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ഈ റെയിൽ പാതയെ മാറ്റാനും ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. ഇത് ഇറാന് ആഗോളതലത്തിൽ വലിയൊരു വിപണി തുറന്നു നൽകുന്നു. യുദ്ധത്തിന്റെ പാതയിൽ നിന്ന് മാറി സാമ്പത്തികവും നയതന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ കീഴടക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. ഹോർമൂസിലെ സൈനിക ബ്ലോക്കേഡ് വെറും പ്രഹസനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ്. സാങ്കേതികവിദ്യയും ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങളും ഇറാൻ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് എന്തു പ്രതികരണം ഉണ്ടാകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ റെയിൽ പദ്ധതിയെ എതിർക്കുമോ അതോ സമാധാന കരാറിലൂടെ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ? ഇറാന്റെ ആവശ്യങ്ങൾ കൂടുതൽ ന്യായമാണെന്ന തോന്നൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വളരുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലാണ്.
ട്രംപിന് അവരുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുമോ എന്ന് കണ്ടറിയണം. പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഈ റെയിൽ ലിങ്ക് വലിയ മാറ്റം കൊണ്ടുവരും. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് കാണുന്നത്. അമേരിക്കയുടെ സംരക്ഷണം ഇല്ലാതെ തന്നെ തങ്ങളുടെ അതിജീവന പാത കണ്ടെത്താൻ ഇറാന് കഴിയുന്നത് അവരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. ഇറാന്റെ ഈ വിഷണറി പ്ലാൻ ട്രംപിന്റെ വിദേശ നയത്തിനുള്ള വലിയൊരു പരീക്ഷണമാണ്. സൈനിക ശക്തിയേക്കാൾ ഉപരിയായി സാമ്പത്തിക തന്ത്രങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണിത്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അത് ട്രംപിന് തന്റെ ഭരണകാലത്തെ വലിയൊരു നയതന്ത്ര വിജയമായി ഉയർത്തിക്കാട്ടാനാവും. എന്നാൽ അതിനായി ഇറാന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരും. ഈ റെയിൽപാത വെറുമൊരു ചരക്ക് നീക്കമല്ല, മറിച്ച് ഇറാന്റെ പരമാധികാരത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും അടയാളമാണ്. ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇറാൻ ലോകത്തെ അഭിമുഖീകരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് കരയിലേക്ക് യുദ്ധക്കളം മാറുമ്പോൾ അവിടെ ഇറാൻ പുതിയ ചരിത്രം കുറിക്കുകയാണ്. ചൈനയിലേക്കുള്ള ഓരോ ട്രെയിനും അമേരിക്കൻ ആധിപത്യത്തിനേൽക്കുന്ന കനത്ത പ്രഹരമാണ്. ഭാവിയിൽ ഈ റെയിൽ ശൃംഖല യൂറോപ്പിലേക്കും വ്യാപിക്കാൻ ഇറാന് പദ്ധതിയുണ്ട്. അത് യാഥാർത്ഥ്യമായാൽ ലോക വ്യാപാരത്തിന്റെ കേന്ദ്രമായി ഇറാൻ മാറും. ട്രംപിന് മുന്നിലുള്ള സമയം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ മേഖലയിലുള്ള സ്വാധീനം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം.